നമസ്കാരം. ലവ് ജിഹാദ് ഒരു ഞെട്ടലോടെ മാത്രമേ ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മുസ്ലിങ്ങളല്ലാത്ത യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനായി സംഘടിത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക പദമാണ് ലവ് ജിഹാദ്. നിർവചനം ലളിതമാണെങ്കിലും ആഴത്തിൽ പഠിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടു വരുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ അത്ര ലളിതമല്ല എന്ന് നമുക്കറിയാം. ISIS-ൽ ചേരാൻ പുറപ്പെട്ട് അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന നിമിഷ ഫാത്തിമയുടെ കഥ മലയാളി മറക്കുവാനുള്ള സമയം ആയിട്ടില്ല. തങ്ങൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടി പ്രണയത്തിൽ വീണു എന്നുറപ്പായാൽ അവരെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ച് അതെല്ലാം ചിത്രീകരിച്ച് ബ്ലാക്ക് മെയിലിങ്ങിനുള്ള അവസരമാക്കുന്നു. വിവാഹ വാഗ്ദാനം നൽകി കൊണ്ടുപോകുന്ന പെൺകുട്ടികളെ ആദ്യം മതം മാറ്റത്തിനും പിന്നീട് മതപഠനത്തിനും അയക്കുന്നു. ഇതാണ് ലവ് ജിഹാദിന്റെ രീതി. ലവ് ജിഹാദ് വഴി ദക്ഷിണ കർണാടകയിലെ 3000 ഹിന്ദു പെൺകുട്ടികളും കർണാടകയിലുടനീളമായി 30,000 പെൺകുട്ടികളും തിരോധാനം ചെയ്യപ്പെട്ടു എന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇതിനു പുറമെ ഹിന്ദു സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ നിന്നും മുജാഹിദികളെ സൃഷ്ടിക്കുവാൻ ലണ്ടനിലെ ഒരു പണ്ഡിതൻ നൽകിയ ആഹ്വാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ലവ് ജിഹാദ് പ്രസ്ഥാനം ആരംഭിച്ചത് എന്നും 2007 മുതൽ ഇതര മതസ്ഥരായ 4000 പെൺകുട്ടികളെ നിർബന്ധിത മതം മാറ്റത്തിന് വിധേയമാക്കിയതായും ആരോപണമുയർന്നിരുന്നു. പിന്നീട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇത്തരം സംഭവങ്ങൾ കുറഞ്ഞു എന്ന് പറയാം. ഇപ്പോൾ ലവ് ജിഹാദിന് ശ്രമിക്കുമ്പോൾ തന്നെ ജിഹാദികളെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് പതിവ്. കഴിഞ്ഞ മാസം ഹിന്ദു മതവിശ്വാസിയായ നഴ്സിനെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഇസ്ലാമിലേക്ക് മതം മാറുവാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത അസമിലെ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന മുസ്ലിം ഡോക്ടറെ നാട്ടുകാർ കൈകാര്യം ചെയ്തിരുന്നു. എങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഈ ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാൽ അത് ചൂണ്ടിക്കാട്ടുന്നവനെ കമ്മികളും കൊങ്ങികളും സുടുക്കളും ചേർന്ന് വർഗീയവാദികളും നരകത്തിലെ വിറകു കൊള്ളികളുമാക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. എങ്കിലും കാണുന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. മധ്യപ്രദേശിൽ മരിച്ചെന്നു കരുതി സംസ്കരിച്ച യുവതി 2 വർഷത്തിന് ശേഷം സ്വന്തം വീട്ടിലെത്തിയ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. 2013 കൊല്ലപ്പെട്ടെന്ന് കരുതിയ 35-കാരിയായ ലളിത ബായിയാണ് കഴിഞ്ഞ ദിവസം മത്സോർ ജില്ലയിലെ തൻ്റെ വീട്ടിലെത്തിയത്. ലളിത ബായിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ 4 പേർ ഇപ്പോഴും ജയിലിലാണ്. മകൾ മടങ്ങിയെത്തിയെന്ന വിവരം ഉടൻ തന്നെ പിതാവ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു. സംഭവം സ്ഥിരീകരിച്ച ഗാന്ധി സാഗർ പോലീസ് യുവതിയെ ചോദ്യം ചെയ്തതോടെയാണ് സംഭവത്തിന് പിന്നിലെ ലവ് ജിഹാദ് പുറത്തു വന്നത്. 2023 താൻ നാട് വിട്ടു പോകുകയായിരുന്നു എന്നാണ് യുവതിയുടെ മൊഴി. ഷാരൂഖ് എന്ന യുവാവിനെ പരിചയപ്പെട്ടുവെന്നും അയാൾ തന്നെ ഫാൻപുരയിൽ കൊണ്ടുപോയി 5 ലക്ഷം രൂപയ്ക്ക് മറ്റൊരു യുവാവിന് വിറ്റുവെന്നും യുവതി പോലീസിന് മൊഴി നൽകി. രണ്ടാമത്തെ യുവാവ് തന്നെ രാജസ്ഥാനിലെ കോട്ടയിലേക്ക് കൊണ്ടുപോയെന്നും അവിടെ തന്നെ 1.5 കൊല്ലത്തോളം താമസിപ്പിച്ചു എന്നുമാണ് ലളിത പറയുന്നത്. പുറം ലോകവുമായി ബന്ധപ്പെടാൻ തനിക്ക് മറ്റൊരു മാർഗവുമില്ലായിരുന്നു. വീട്ടുകാരെ വിളിക്കുവാൻ മൊബൈൽ ഫോൺ പോലും തനിക്ക് അനുവദിച്ചിരുന്നില്ല എന്നും യുവതി പറയുന്നു. ഒടുവിൽ ആരും അറിയാതെ താൻ രക്ഷപ്പെട്ട് വീട്ടിലെത്തുകയായിരുന്നു എന്നാണ് ലളിതാബായി പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ ആധാർ കാർഡും വോട്ടർ ID-യും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. 2023 ലളിതാബായിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് പോലീസിന് പരാതി നൽകുന്നത്. തുടർന്ന് തല ചതഞ്ഞരഞ്ഞ് മുഖം വികൃതമായ നിലയിൽ ഒരു യുവതിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തിയിരുന്നു. ഇത് കാണാതായ ലളിതയുടേത് ആകാമെന്ന സംശയത്തിൽ പോലീസ് വീട്ടുകാരെ വിളിച്ചു വരുത്തിയിരുന്നു. തുടർന്ന് മൃതദേഹം കണ്ട പിതാവ് കയ്യിലെ ടാറ്റുവിൻ്റെയും കാലിൽ കെട്ടിയ കറുത്ത ചരടിൻ്റെയും അടിസ്ഥാനത്തിൽ ഇത് തങ്ങളുടെ മകളുടെ മൃതദേഹമാണെന്ന് തെറ്റിദ്ധരിച്ചു. തുടർന്ന് വീട്ടുകാർ ലളിതാബായിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്തി മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. പിന്നീട് കൊലപാതകത്തിന് പോലീസ് കേസെടുത്തു. ഇമ്രാൻ, ഷാരൂഖ്, സോനു, ഇജാസ് എന്നീ 4 പ്രതികളെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. വിചാരണ പൂർത്തിയായി ജയിലിൽ കഴിയുന്ന പ്രതികൾ യുവതി വീണ്ടും ഹാജരായത് ചൂണ്ടിക്കാട്ടി പ്രാദേശിക കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്.
വിഷയത്തിൽ കോടതി വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ടെന്ന് ജാബുവ SP പത്മവിലോചൻ ശുക്ല പറഞ്ഞു. ആദ്യം യുവതിയുടെ വൈദ്യപരിശോധനയും DNA പരിശോധനയും നടത്തും. കൂടാതെ സാക്ഷികളുടെ മൊഴികൾ വീണ്ടും രേഖപ്പെടുത്തും. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ യുവതിയെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂവെന്നും പോലീസ് പറഞ്ഞു. എന്തായാലും ലവ് ജിഹാദിന് ഇരയാക്കപ്പെടുകയും പിന്നീട് 5 ലക്ഷം രൂപയ്ക്ക് വിൽക്കപ്പെടുകയും ചെയ്ത ഒരു ഹിന്ദു യുവതി തൻ്റെ വീട്ടിൽ മടങ്ങിയെത്തിയെന്നത് സന്തോഷം നൽകുന്ന വാർത്തയാണ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.